തന്നെ വളരെ വ്യക്തല്ലേ? അത് ഞാനും നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ? ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് നടക്കുന്നത് അശുദ്ധിയല്ലേ? ശുദ്ധിയാക്കണം. അതിലെന്താണുള്ളത്? ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലെ നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യുന്ന സമയത്ത് വഴക്കടിച്ചിട്ട് തലയിക്കെട്ട് തെറിപ്പിച്ചു. അശുദ്ധിയല്ലത്? സമയമായി കഴിഞ്ഞല്ലോ. അതിൽ കൂടുതൽ കടുത്ത നിലപാടുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം തന്നെ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ, ഇത് ബോധ്യപ്പെടാത്ത കുറച്ച് മൂല്യന്മാരുണ്ടെന്ന് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. സാദിഖ് അലി തങ്ങള് റഷീദ് അലി തങ്ങളെ അദ്ദേഹത്തിന് പകരം അധ്യക്ഷൻ വഹിക്കാൻ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ, അതായത് റഷീദ് അലി തങ്ങളുടെ അധ്യക്ഷത്വത്തിലാണല്ലോ യോഗം ചെയ്തത്. അദ്ദേഹമാണല്ലോ 10 ദിവസം ചോദിച്ചപ്പോ ജനബോഡിക്ക് വേണ്ടി, ജനബോഡിയിൽ വെച്ചാണ് സംഭവം, 20 ദിവസം 30 ഒരു മാസം സമയം കൊടുത്തത്. അങ്ങനെ പല ആരോപണങ്ങളും ഉണ്ടാവും. സാദിഖ് അലി തങ്ങളോട് റഷീദ് അലി തങ്ങള് 2 ദിവസം, നേരത്തെ പറഞ്ഞ 26 എന്നുള്ള 28 2 ദിവസം കൂടി 3 മണിക്ക് പുറത്തു വിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. റഷീദ് അലി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞാണ്, ഞങ്ങളിപ്പോ നേരിട്ട് സാദിഖ് അലി തങ്ങളോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പൊ സാദിഖ് അലി തങ്ങളുടെ അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ടവരെ അറിയിച്ച് റഷീദ് അലി തങ്ങളാണ് 3 മണിന്ന് ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. ഒരു കമ്മിറ്റി കൂട്ടി, അല്ലെങ്കിൽ തന്നെ 300ഓളം ആളുകൾ പങ്കെടുത്ത ജനബോഡിയാണ്. ആ ജനബോഡിയിൽ പരസ്യമായി നടന്ന കാര്യം അത് തന്നെയല്ല, അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി തിരിച്ചു കൊണ്ടുവന്നതിൽ അതിൽ പ്രയാസമൊന്നുമില്ല, അതൊരു മാസം മുമ്പ് നടന്ന കാര്യമല്ലേ എന്ന് സമസ്ത പ്രതിനിധികൾ മധ്യസ്ഥന്മാരോട് പറഞ്ഞു എന്ന് 29/9/24 ഞങ്ങളോട് പണക്കാട്ട് വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.